പണ്ടേ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, ഈ ദൈവത്തിൻ്റെ വികൃതികൾ രഘുവരൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത പടമാണോ മരിച്ചു കഴിഞ്ഞ് ചെയ്ത പടമാണോ ചോദിച്ചാൽ പിള്ളേർ മരിക്കുന്നതിന് മുമ്പാന്ന്. ഇപ്പോൾ ഈ പേര് പറഞ്ഞല്ലോ, പേര് പറയുന്നതിൻ്റെ ഏറ്റവും പുതുമയുള്ളൊരു പേര് പറച്ചിൽ ഞാൻ കേട്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ പേര് പറഞ്ഞുകൊണ്ട് തുമ്മെന്ന്. ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് പ്രകാശ് പ്രകാശ് എന്നും പറഞ്ഞിട്ട് പേര് പറഞ്ഞുകൊണ്ട് തുമ്മുക. അതെന്തിനാ അങ്ങനെ തുമ്മുന്നതെന്ന് ഒരു പിടുത്തമില്ല ഉള്ളേ. പേര് കാരണം എനിക്ക് ചിലവ് കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ അനിൽ തന്നെയാണ് കഥാപാത്രം. ഈ അനിൽ തന്നെ പേര്. അപ്പോൾ പണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പില്ല, മൊബൈലില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കാർഡുകളാണ് നമ്മൾ അയക്കുന്നത്. വിശേഷ അവസരങ്ങൾ, ഇപ്പോൾ ബർത്ത്ഡേ കാർഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കാർഡുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ പ്രാവശ്യം എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി. ക്രിസ്മസ് വിഷസൊക്കെ പറഞ്ഞിട്ട് അനിലിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ പെട്ടു. കാരണം ഇത് ഏത് അനിലാണെന്നൊന്നും എനിക്ക് പെടുത്തുമല്ല. 12 അനിൽമാർക്കാണ് ഞാൻ കാർഡ് മേടിച്ച് അയക്കേണ്ടി വന്നത്. ഈ ഒറ്റ അലവലാതിയാണ്. വലിയൊരു അവാർഡ് നൈറ്റ് നടക്കുകയാണ്. അപ്പം ലാലേട്ടൻ്റെ ഷോ ആണ്. ലാലേട്ടൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ പുലിമുരുകൻ്റെ ഫൈറ്റ് ലാലേട്ടൻ സ്റ്റേജ് ചെയ്യുകയാണ്. കഴുത്തെ തൂങ്ങി നിലത്തൂത്തി അടിച്ച് ലൈവ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അത് ആ ഫൈറ്റ് വരെ എത്തിക്കേണ്ട കഥയൊക്കെ ഞാനാണ് എഴുതുന്നത്. അപ്പോൾ ലാലേട്ടൻ കണ്ടീഷൻ പറഞ്ഞു, പീറ്റർ ഹെയ്ൻ തന്നെ ചെയ്യണം മോനെ. ഇത് മേക്ക് നമ്മൾ സിനിമ ചെയ്യുന്ന പോലെയല്ല, സ്റ്റേജിൽ അത്ര പേരുടെ മുന്നിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റിസ്ക് വലുതാണ്. ഒന്ന് സ്കിഡ് ചെയ്താൽ തീർന്നില്ലേ, ആരും നമ്മുടെ ശ്രമത്തെപ്പറ്റി പറയില്ല, വീണതിനെ പറ്റിയേ പിന്നെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആയതുകൊണ്ട് ആ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ലാലേട്ടൻ സ്റ്റേജിൽ ആ ഫൈറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിച്ചത് ഒരു വലിയ ക്രെയിൻ വെച്ചിട്ടുണ്ട് ബാക്കിൽ. അത് ഹൈദരാബാദിൽ നിങ്ങാണ്ട് റോഡ് വഴി ഓടിച്ചുകൊണ്ട് വന്നത്. അവാർഡ് നൈറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ഓടിച്ചു തുടങ്ങി. കാരണം ഇത് പകലിറക്കിയ പോലീസ് പിടിക്കും. പിന്നെ 3 പേര് കോലുമായിട്ട് നടക്കുക ലൈൻ കമ്പി പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഹൈദരാബാദിൽ നിന്ന് ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഈ ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ക്രെയിനിൽ നിന്നും ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് സ്റ്റേജിലോട്ട്. ഈ വള്ളിയിൽ ലാലേട്ടൻ ഇങ്ങനെ തൂങ്ങി വന്ന് സ്റ്റേജിൽ വന്നൊരു കല്ലിൻ്റെ പുറകിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വരണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് നൈറ്റ് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ 9 മണിക്കാണ് ഈ ആക്ട്. അപ്പോൾ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇത് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തെ നടത്തി കൊണ്ടുവന്നിട്ട് ഈ ക്രെയിനിൻ്റെ മുകളിൽ 9 മണി വരെ 6 മണി തൊട്ട് 9 മണി വരെ കയറ്റി ഇരുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പീറ്റർ ഹെയ്ൻ പറഞ്ഞു, നമുക്ക് അതൊരു ഡ്യൂപ്പിനെ വെക്കാം. ഒന്ന് ഇരുട്ടാണ്, സ്പീഡിൽ ഇങ്ങനെ തൂങ്ങി വന്ന് ഇങ്ങോട്ട് പോകും. സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് ലാലേട്ടൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്തു. പീറ്റർ ഹെയ്ൻ വിളിച്ച് ചാനലിലെ ആൾക്കാരോട് പറഞ്ഞു, മോഹൻലാൽ സാറിനൊരു ഡ്യൂപ്പ് വേണം എന്ന് പറഞ്ഞു. ചാനലുകാർ അത് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവാർഡ് നൈറ്റിൻ്റെ ഉച്ചയ്ക്ക് ഞാനൊക്കെ എത്തി. പീറ്റർ ഹെയ്ൻ വന്നിട്ട് ഈ ഡ്യൂപ്പിനെ കണ്ടിട്ട് പുള്ളിയുടെ ഒരു പ്രത്യേക ഭാഷയൊക്കെ ലാൽ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു, ഇത് കറക്റ്റ് ലാൽ സാറാണ്, എങ്ങനെ ഡ്യൂപ്പിനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഡ്യൂപ്പിനെ കിട്ടുന്ന ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പീറ്റർ ഹെയ്ൻ്റെ ഭാഷയിൽ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിൻ്റെ ഡ്യൂപ്പാണ്. ചാനലിൽ വിളിച്ചിട്ട് ലാലേട്ടൻ്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് എന്താ മോളെ എന്ന് പറയുന്നത് ഈ മിമിക്രി ഡ്യൂപ്പാണ്. അപ്പോൾ ചാനലുകാർ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുന്നത് മിമിക്രി ഡ്യൂപ്പിനെയാണ്. മിമിക്രി ഡ്യൂപ്പിനെ കണ്ടിട്ട് പീറ്റർ ഹെയ്ൻ യെസ് ആർ യു റെഡി കോൺഫിഡൻറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ 10 വർഷമായിട്ട് ചെയ്യണമല്ലേ, ഇവന് വല്ല വംശമുണ്ട്, ഇവൻ കോൺഫിഡൻസ്, ഇവനോർത്ത് ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യാണ്, ഇവനെ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ നിർത്തി കഴിഞ്ഞിട്ട് ഇവൻ്റെ അരയിലൊരു കൊളുത്തിട്ടു, ഇവിടെ ഒരു കൊളുത്തിട്ടു, മുട്ടിലൊരു കൊളുത്തിട്ടു, ഇവിടെ ഒരു കൊളുത്തിട്ടു, 4-5 കൊളുത്തിട്ടപ്പോൾ ഇവന് ഇത്രയും കൊളുത്തിട്ടപ്പോൾ ഇവൻ ചോദിച്ചു ഇതെന്തിനാ ഇത്രയും കൊളുത്തിടണമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ക്രെയിൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് 200 അടി ക്രെയിനിൻ്റെ മേളിൽ 5 മണിക്ക് കയറിയിരിക്കണം, 9 മണിക്ക് വള്ളി തൂങ്ങിയ ഒരു വരവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ വിളിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇവനൊരു നോട്ടം നോക്കി തന്നെ ഇത് എന്നോട് പറഞ്ഞില്ലോ എന്നുള്ള പോലെ. ഇവൻ പറഞ്ഞു സാർ എന്താ കൊടുത്തു ഒന്ന് ഒരു അൺകംഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊളുത്തൊക്കെ ഊരി. പിന്നെ ഞാൻ കാണുന്നത് ഇവനൊരു മരച്ചോട്ട് എന്നിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് ഭാര്യയുടെ മോൻ്റെയും ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും, ചെറുതാക്കും, സൂം ചെയ്ത് നോക്കും, ചെറുതാക്കും. പിന്നെ ഇവൻ ഫോൺ ഓഫ് ചെയ്ത് പോയിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. അന്നത്തെ ദിവസം ആ ആക്ടും ചെയ്തിട്ടില്ല. ഇന്നും ആ അവാർഡ് നൈറ്റ് യൂട്യൂബിൽ നോക്കിയ ഒരു ക്രെയിൻ ആൾക്കാരുടെ മേളിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കണതാണ്, അത് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല.